നമസ്കാരം. ഡിവൈൻ റിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവ്യേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അതിനാൽ ഒരു ലൈക്ക് ചെയ്തിട്ട് വേണം വീഡിയോയ്ക്കുള്ളിലേക്ക് എല്ലാവരും പോകാനായിട്ട്. കാരണം ഇത് പറഞ്ഞ വീഡിയോ തുടങ്ങുന്നത് എന്താച്ചാൽ, നിങ്ങൾ പല പേർക്ക് ഒരു കാര്യം മനസ്സിൽ, അതായത് തലയിൽ ഓടിക്കൊണ്ടിരിക്കും. നമ്മളെല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോയാണിത്. അതായത് ഒരു 2 days മുന്നേ ഒരു 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എനിക്ക് കോൾ ചെയ്തിരുന്നു. ആ കുട്ടി പറഞ്ഞത്, ആൻറ്റിയുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഞാൻ കാണാറുണ്ട്. എനിക്ക് വീഡിയോസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും കാണാറുണ്ട്. അവരുടെ കൂടെ ഇരുന്നാണ് ഞാനും കാണുന്നത്. എന്നാൽ എനിക്ക് മന്ത്രം പറയുന്നതും പൂജാമുറിയിൽ പോയി സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഇതൊന്നും ശരിപ്പെട്ട് വരില്ല. ടൈം പ്രോബ്ലം ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ എൻ്റെ മനസ്സിന് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മനസ്സും വരുന്നില്ല പൂജാ റൂമിലേക്ക് പോകാനായിട്ട്. അതിനാൽ ഞാൻ എന്താഗ്രഹിക്കുന്നുവോ അതെനിക്ക് നടക്കണം. അങ്ങനെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടക്കാനായിട്ട് ഒരു ട്രിക്ക് പറഞ്ഞു തരാമോ ആൻറ്റി എനിക്ക് എന്നീ പെൺകുട്ടി ചോദിച്ചു. തീർച്ചയായും ഇത് എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ മൈൻഡ് സെറ്റിൽ നിറയെ പേർ ഇരിക്കും, അവർക്കും യൂസ് ആകും. സോ അത് വെച്ച് ഒരു വീഡിയോ ചെയ്യാമോ ആൻറ്റി, പ്ലീസ് ആൻറ്റി എന്നൊക്കെ ആ പെൺകുട്ടി എന്നോട് ചോദിച്ചായിരുന്നു. ആക്ച്വലി ഇത് ഞാൻ നേരത്തെ ആലോചിച്ച ഒരു കാര്യമാണ്. കാരണം ഇതേ മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്നവർക്ക് അത് യൂസ് ആകണം. അത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ കരുതിയതാണ്. അതുപോലെ തന്നെ എബ്രോഡിൽ ഇരിക്കുന്നവർക്കും പൂജാമുറിയിൽ പോകാനോ വിളക്ക് കത്തിക്കാനോ സ്വാമിയെ കുമ്പിടാനോ ഒന്നും സിറ്റുവേഷൻ കിട്ടാറില്ല. ഇത് അവർക്കും ഒരു ആശ്വാസമാകും. അപ്പോഴാണ് ഈ പെൺകുട്ടിയും കൂടെ ഫോൺ വിളിച്ച് ഇങ്ങനെ പറഞ്ഞതും. അതാണ് ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. നമ്മുടെ തലയിൽ പലവിധ പ്രശ്നങ്ങളും ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ പല പേർക്കും ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്നൊരു കാര്യം ചെയ്യില്ല. ഒരാൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഇത് ചെയ്തോ, കാര്യം തീർത്തോ, എപ്പോൾ ചെയ്യാൻ പോകുന്നു, എപ്പോൾ തീരും. അതായത് എസ്പെഷ്യലി എടുത്ത് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ തന്നെ, മോനെ നീ അത് ചെയ്തോ, മോനെ നീ ഇത് ചെയ്തോ, നിന്നോട് അത് ചെയ്യാൻ പറഞ്ഞില്ലേ, നിന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞില്ലേ. പക്ഷെ ഈ എല്ലാം പറഞ്ഞ ഞാനിങ്ങനെ കേട്ടോണ്ട് ചെയ്യാം 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 ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഞാൻ എന്ന ആൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഒരാളിങ്ങനെ ബാക്കിലേ നടന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എത്ര തവണ നിൻ്റെ കൂടെ പറയണം, എത്ര പ്രാവശ്യം ഓർമ്മപ്പെടുത്തണം, അങ്ങനെ കേട്ടിട്ടേയിരിക്കണം. അപ്പോൾ മാത്രമേ ചെയ്യുകയുള്ളൂ. ഇത് ഓരോരുത്തരുടെയും സ്വഭാവമാണ്. ഇങ്ങനെയുള്ള ഹാബിറ്റിൽ നിറയെ പേരുണ്ട്. അങ്ങനെ ദൈവത്തെ പോലും പ്രാർത്ഥിക്കാൻ അവർക്ക് ടൈമില്ല, പൂജ ചെയ്യാൻ ടൈമില്ല. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇത് യൂണിവേഴ്സിൻ്റെ കൂടെ ഇൻറ്ററാക്റ്റ് ആയിട്ടുള്ള വീഡിയോ. ലോ ഓഫ് അട്രാക്ഷൻ. ഏത് നടന്നാലും തനിയെ നടക്കും. നമ്മൾ നമ്മളെപ്പോലെ ഇരിക്കും. അങ്ങനെയുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നവർക്ക് ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഈ ഒരു ഹാബിറ്റ് കൂടെ നമ്മൾ പലർക്കും ഇരിക്കുന്നതാണ്. ചില പേർക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ ദൈവത്തിൻ്റെ ഫോട്ടോ നോക്കുന്ന ഒരു ഹാബിറ്റുണ്ട്. എനിക്കും ആ ഹാബിറ്റുണ്ട്. ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ വരാഹിദേവിയുടെ ഫോട്ടോയാണ് നോക്കുന്നത്. ഇതുപോലെ തന്നെ പല പേർക്കും ഈ ഹാബിറ്റുണ്ട്. ചിലർ ഫേവറേറ്റ് പിക്ചർ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് കിട്ടാനുള്ള എന്തെങ്കിലും ഒന്ന് അവർ വെച്ചിട്ടുണ്ടാവും. എണീറ്റ ഉടനെ അതിൽ നോക്കും. ഇഷ്ടപ്പെട്ട പേഴ്സൻ്റെ പിക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീനറി ആയിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മൈൻഡ് നല്ല റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ പോസിറ്റീവ് കോഡ്സ് നോക്കുന്നവരുണ്ട്. ഇങ്ങനെ നിറയെ കാര്യങ്ങൾ നമ്മളുടെ വീടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ വച്ചിരിക്കും. ഡെയിലി റുട്ടീൻ പോലെ ഇങ്ങനെ ചെയ്തു വരുന്നവരുണ്ട്. ഇതുപോലെ ചുമ്മാ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മാത്രം മതി, നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കും. അങ്ങനെ പറഞ്ഞാലൊന്നും നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, എന്നാൽ നടക്കും. അത് എന്തെന്നാൽ ഇത് ഒരു സ്വിച്ച് വേഡ്. ഈ സ്വിച്ച് വേഡ് നിങ്ങൾ എണീറ്റ ഉടനെ 2 മിനിറ്റ് നിങ്ങളുടെ കണ്ണിൽ കണ്ടാൽ മതി. നിങ്ങൾക്കേ അറിയാതെ നിങ്ങൾ എന്തിനു വേണ്ടി അത് നോക്കുന്നുവോ അത് നിങ്ങൾ ചെയ്യും. നിങ്ങളെ അത് ചെയ്യിപ്പിക്കും യൂണിവേഴ്സ്. അതുപോലെ ആ കാര്യം
നടത്തിയും കൊടുക്കും. അതായത് ആ കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങൾ നടത്തി വയ്ക്കും. ഇനി ഇതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു ഷീറ്റ് വൈറ്റ് പേപ്പർ എടുക്കുക. അതായത് A4 സൈസ് വൈറ്റ് പേപ്പർ, പ്ലെയിൻ പേപ്പർ എടുത്തോളൂ. 1 മതി. എന്നിട്ട് ഈ പേപ്പർ ലാൻഡ്സ്കേപ്പ് മോഡിൽ വയ്ക്കണം. പിക്ചറിൽ കാണിക്കുന്ന പോലെ നോക്കിക്കോളൂ. ഇങ്ങനെ വച്ചിട്ട് ഒരു ഗ്രീൻ കളർ പെന്ന് എടുക്കണം. അതുകൂടെ എടുത്തോളൂ. അത് പെന്ന് വേണമെങ്കിൽ പെന്നെടുക്കാം, മാർക്കറോ സ്കെച്ചോ ഏതെങ്കിലും. പക്ഷേ എന്താ വേണം? ഗ്രീൻ കളർ തന്നെ വേണം. ഞാൻ സ്കെച്ചാണ് എടുത്തത്. ഇത് വെച്ചിട്ട് ഇത് നോക്കൂ, ഇതിൽ കാണിച്ചിരിക്കുന്ന വേർഡ്സ് പവർ പ്ലസ് സക്സസ്, വിക്ടറി. അടുത്ത വേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം എന്താണ്? 1 lakh മണി. പവർ പ്ലസ് സക്സസ്, വിക്ടറി, 1 lakh മണി. എപ്പോഴും നമ്മളൊരു കാര്യം നോക്കുമ്പോൾ നമ്മളെ മറന്നാലും അത് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആ ശക്തിയാണ്. അതിനാൽ പവർ എന്ന വേർഡ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പവർ എന്താ ചെയ്യുക? സക്സസ് കൊണ്ടുതരും. സക്സസ്സിനെ തേടി നമ്മൾ ഓടണം. നമ്മൾ എത്രത്തോളം ഓടുന്നുവോ അപ്പോൾ സക്സസ് നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരും. സക്സസ് പ്ലസ് വിക്ടറി, ഇത് രണ്ടും സെയിം മീനിങ് തന്നെ. ഫൈനലി വിജയം കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച ആ വിഷയം നടന്നു എന്നൊരു വിശ്വാസം നമുക്ക് വരും. ഈ വേർഡ്സ് നിങ്ങൾ വെള്ള പേപ്പറിൽ ഗ്രീൻ മാർക്കർ വെച്ച് എഴുതിക്കൊള്ളുക. പവർ പ്ലസ് സക്സസ്, വിക്ടറി, 3 വേർഡ്സ് എഴുതി നിങ്ങൾക്ക് എന്ത് വേണമോ, ഏതാണ് നിങ്ങൾക്ക് ഡെയിലി ഓർമ്മിക്കേണ്ടത്, അത് നിങ്ങൾ, അതായത് അമ്മ നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്തില്ല, ആ കാര്യം താഴെ എഴുതണം. ഇപ്പോൾ ക്യാഷ് 1 lakh ക്യാഷിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം പാസ്സാവണം, എക്സാം ക്ലിയർ ആകണം എങ്കിൽ പവർ പ്ലസ് സക്സസ്, വിക്ടറി, ക്ലിയർ എക്സാം എന്നവിടെ എഴുതണം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഈ മെത്തേഡ് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. ഇങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യം ഉണ്ടോ അതെല്ലാം പേപ്പറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതായത് 1 by 1 ആയിട്ട് താഴോട്ട് എഴുതണം. ദെൻ നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ 2 മിനിറ്റ് നിങ്ങൾ എവിടെ നോക്കുന്നുവോ ആ ഇടത്തിൽ ഈ പേപ്പർ ഒട്ടിച്ച് വെക്കണം. ഞാനത് അലമാരയിലാണ് ഒട്ടി വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ എഴുന്നേറ്റ ഉടനെ ഫസ്റ്റിൽ കണ്ണിൽ കാണുന്നത് അൽമാരയാണ്. കണ്ണിൽ കാണുന്ന ഇടത്തിൽ ഒട്ടിച്ച് വെക്കുക. എണീറ്റ ഉടനെ നോക്കുക. ഒരു 2 മിനിറ്റ്സ് അതിലേ നോക്കിയിരിക്കുക. എന്നിട്ട് മനസ്സിൽ ഈ വേർഡ്സ് പറയണം. പവർ പ്ലസ് സക്സസ്, വിക്ടറി. എന്താണ് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് എന്ന് വെച്ചാൽ 1 by 1 ആയിട്ട് നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ നിങ്ങൾ പറയുക. എല്ലാം നമുക്ക് നടന്ന് കിട്ടുമെന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും അത് നടക്കും. നിങ്ങൾ തന്നെ അറിയാതെ ആ കാര്യം നിങ്ങൾ ചെയ്യും. അത് നിങ്ങൾക്ക് നടന്നു കിട്ടും. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു സത്യാവസ്ഥ എന്തെന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതാണ്. മനസ്സിൽ എന്തിരിക്കുന്നുവോ അത് തേടണം. തേടുമ്പോൾ ഈസി ആയിട്ട് അത് നമ്മൾക്ക് കിട്ടും. മനസ്സിലായോ? അതിനാൽ ഈ മെത്തേഡ് ഡെയിലി നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ പവർ തീർച്ചയായും അത് നിങ്ങൾക്ക് ചെയ്തു തരും. അതിനാൽ ഇതുപോലെ ഒട്ടിച്ചു വെച്ചോളൂ. ഇത് സ്റ്റാർട്ട് ചെയ്ത് എത്ര നാൾ നോക്കാൻ പറ്റുന്നുവോ അത്രയും നാൾ നോക്കുക. ഒരു 1 വീക്കെങ്കിലും കറക്റ്റായിട്ട് ചെയ്യണം. രാവിലെ എണീറ്റ ഉടനെ നോക്കാം, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ 2 മിനിറ്റ് നോക്കാം. അങ്ങനെ അത് എപ്പോഴൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾ മാക്സിമം പറ്റുന്നത് പോലെ ടൈമിൽ നോക്കുക. ഇനി ഓഫീസിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്തിൽ നിങ്ങളുടെ ക്യാബിനിൽ ഒട്ടിച്ച് വയ്ക്കാം. എവിടെയാണോ നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത്, നിങ്ങൾക്ക് സ്യൂട്ടാണ് എന്ന് തോന്നുന്ന ഇടത്തിൽ ഒട്ടിച്ച് വയ്ക്കുക. അതുപോലെ 1-ൽ കൂടുതൽ ഇടത്തിൽ നിങ്ങൾക്ക് ഒട്ടിച്ച് വെച്ച് നോക്കാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യം ഒരേ നാളിൽ നടന്നാലും ആശ്ചര്യപ്പെടേണ്ടതില്ല. സോ ഈ മെത്തേഡുകളെ എല്ലാം നോക്കിയാൽ ഒത്തിരി പവർഫുള്ളാണ്. പെട്ടെന്ന് ആവശ്യങ്ങൾ നടത്തിത്തരും. അത്രയ്ക്കും പവർഫുൾ മെത്തേഡാണിത്. ലോ ഓഫ് അട്രാക്ഷന് ഒരു ശക്തിയുണ്ട്.
അത് നിങ്ങൾക്ക് കണ്ണിലേ കാണാൻ പറ്റും. മന്ത്രമോ പൂജയോ വിളക്ക് കൊളുത്തുകയോ വ്രതമോ ഒന്നും വേണ്ട. ജസ്റ്റ് 2 മിനിറ്റ്സ് ഇത് നോക്കിയാൽ മാത്രം മതി. എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മാജിക് നടക്കുമെന്നത് നിങ്ങൾക്കേ അതിശയമുളവാക്കും. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ലൈൻ ബൈ ലൈനായിട്ട് എഴുതി വച്ചിരിക്കുന്നില്ലേ, അതിൽ ഏതെല്ലാം നടക്കുന്നുവോ അത് ടിക്ക് ചെയ്ത് വയ്ക്കണം. ഇത് നടന്നു, ഇനി ഞാൻ നെക്സ്റ്റ് ഏത് കാര്യത്തിനായിട്ട് ഓടണം ഡെയിലി എന്ന് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ പതിയും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടത്തിത്തരും. ഇനി ഡൗട്ട് ഉണ്ടാവും, ഡെയിലിയും ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് നൈറ്റ് ഇരുന്ന് എഴുതിയിട്ട് രാവിലെ നോക്കണമെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ ഒരേ ഒരു തവണ എഴുതിയാലും മതി. ഡെയിലി പേപ്പർ വരച്ച് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. എഴുതി നിങ്ങൾക്ക് കണ്ണിൻ്റെ മുന്നേ കാണുന്ന രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഇടത്തിൽ ഒട്ടിച്ച് വയ്ക്കുക. എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാം. അത് ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും 2 സമയത്തും എപ്പോഴാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്നുവോ അവിടെയെല്ലാം വയ്ക്കുക. ഓഫീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഓഫീസിലോ വീട്ടിലോ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണോ ഒട്ടിച്ച് വയ്ക്കാവുന്നതാണ്. ഉറങ്ങുമ്പോൾ ഒരു 2 മിനിറ്റ്സ് നോക്കിയിട്ട് ഉറങ്ങുക. കണ്ണുകൊണ്ട് നോക്കിയാൽ മാത്രം മതി, മാജിക് നടക്കും. അതിനാൽ തീർച്ചയായും ഈ മെത്തേഡ് ചെയ്തിട്ട് എന്ത് നടന്നുവോ അത് എന്നോട് കമൻറ്റിൽ പറയാൻ മറക്കരുത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് വ്രതശുദ്ധിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഏത് ദിവസം വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.